കപലകുണ്ഠല എന്നത് ഒരു പെൺകുട്ടിയുടെ പേരാണ്. അവൾ ഒരു നോവലിലെ കഥാപാത്രമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കപലകുണ്ഠല എന്ന പേരുള്ള നോവലിലെ കഥാപാത്രമാണ്, പ്രധാന കഥാപാത്രമാണ് ഈ പെൺകുട്ടി. ഇന്ന് അവളുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഈ കഥയുടെ തുടക്കത്തിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു വഞ്ചിയിൽ കുറേ ആൾക്കാർ ഒരു തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. അവർ പോയത് ഗംഗാസാഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഈ ഗംഗാസാഗർ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലുള്ള ഒരു തീർത്ഥാടന സ്ഥലമാണ്. അത് ഗംഗാ നദി ബംഗാൾ ഉൾക്കടലിനോട് ചേരുന്ന ഭാഗമാണ്. അവരങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്നത് വലിയൊരു കെട്ടുവഞ്ചിയിലാണെന്ന് പറഞ്ഞല്ലോ. രാവിലെ അവർ യാത്ര തിരിച്ചു. അങ്ങനെ രാവിലെ ഈ വഞ്ചിയിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞത്ത് മുന്നോട്ടുള്ള വഴി കാണാൻ പറ്റാതായിപ്പോയി. വഞ്ചി ഇങ്ങനെ വഴി കാണാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ഈ യാത്രക്കാർക്ക് ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് മൂടൽമഞ്ഞായിരുന്നു. വെയിലൊക്കെ ഉറച്ച് മഞ്ഞ് മാറി തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് വഴി തെറ്റി, പോകേണ്ട വഴിയിലല്ല വഞ്ചി പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വഴിയിൽ കുറച്ച് മുന്നിലായിട്ട് വലിയൊരു പാറക്കെട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. ഈ വഞ്ചി ചെന്ന് ഈ പാറക്കെട്ടിൽ മുട്ടുകയാണെങ്കിൽ തകരും. അത് അപകടമാണ്. രണ്ട് വശവും ഇടതിങ്ങിയ കാടാണ്. വഞ്ചി കരയിലേക്ക് അടുപ്പിക്കുകയാണെങ്കിൽ വന്യമൃഗങ്ങൾ വന്ന് ഉപദ്രവിക്കും. കാരണം നദിയുടെ കരയിൽ വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരും. വല്ല കടുവയോ സിംഹമോ ഒക്കെ ആണെങ്കിൽ ഈ വഞ്ചിയിലെ യാത്രക്കാരെ പിടിച്ച് തിന്നു കളയും. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇവരെ ആകെ വിഷമിച്ചു. അപ്പോൾ ഈ വഞ്ചിയിൽ നവകുമാർ എന്നു പേരുള്ള ഒരു യുവാവുണ്ടായിരുന്നു. അവൻ മറ്റുള്ളവരെ സമാധാനിപ്പിച്ചു. നമ്മളിങ്ങനെ വെപ്രാളം പിടിച്ചതുകൊണ്ട് കാര്യമില്ല, പരിഭ്രമിച്ചതുകൊണ്ട് കാര്യമില്ല. സമാധാനമായിട്ട് എല്ലാവരും വഞ്ചിയിൽ തന്നെ ഇരിക്കും. നമ്മുടെ പേടിയൊക്കെ നമുക്ക് മറക്കാൻ പറ്റും. നമുക്ക് സമാധാനമായിട്ട് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റും. എന്തായാലും വഴി തെറ്റി, വഴി കണ്ടുപിടിക്കണം. അതിനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് ആലോചിക്കാം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ഞൊക്കെ നന്നായിട്ട് മാറി. അവർക്ക് കുറച്ച് ദൂരം വരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കര കണ്ടു. ഇവർ പറഞ്ഞു, നമുക്ക് കരയിൽ തൽക്കാലം അടുപ്പിക്കാം. ഇങ്ങനെ ഗതിയില്ലാതെ നദിയിലൂടെ ഒഴുകി നടന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു മൺതിട്ടയായിരുന്നു അവർ ഈ വഞ്ചി മൺതിട്ടയ്ക്ക് അടുത്തായിട്ട് കൊണ്ടുപോയി അടുപ്പിച്ചപ്പോൾ കുറച്ച് ദൂരം വരെ മൺതിട്ടയുണ്ട്, പൂഴിമണ്ണുണ്ട്. അതിനുശേഷം ഒരു കാടാണ്. ഈ വഞ്ചിയിലുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അവർ വളരെ നേരത്തെ യാത്ര തിരിച്ചതാണ്. ഇപ്പോൾ നല്ലവണ്ണം നേരം വെളുത്തു. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും വിശപ്പായി. അപ്പോൾ ഒരു പാകം ചെയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പാത്രങ്ങളും പാകം ചെയ്യാനുള്ള സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഇങ്ങനെയാണ് പതിവ്. അവർ കരയിലെവിടെയെങ്കിലും സഹായത്തിന് ആൾക്കാരൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വഞ്ചി അടുപ്പിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിട്ടാണ് ഇങ്ങനെ തീർത്ഥാടനത്തിന് പോകാറുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ് പാത്രങ്ങളുണ്ട്, സാധനങ്ങളുണ്ട്, പക്ഷേ വിറകില്ല. അപ്പോൾ നവകുമാർ പറഞ്ഞ് കുറച്ച് ദൂരമായിട്ട് കാട് കാണുന്നുണ്ടല്ലോ, നമുക്ക് കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് തീ കത്തിക്കാം. അപ്പോൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒറ്റ ആൾക്കും ധൈര്യമില്ല കാട്ടിലേക്ക് പോകാൻ. വന്യമൃഗങ്ങൾ കണ്ടാൽ പിടിച്ച് തിന്ന് കളയും. എന്നാൽ വിശപ്പൊട്ട് സഹിക്കാനും വയ്യ. അപ്പോൾ നവകുമാർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ പോകാം, എൻ്റെ കൂടെ ആരെങ്കിലും ഒരാളും കൂടെ വന്നാൽ മതി, നമുക്ക് പോയി വിറക് കൊണ്ടുവരാം. പക്ഷേ ഈ കൂട്ടത്തിലെ ഒരാൾ പോലും നവകുമാറിൻ്റെ കൂടെ ചെല്ലാൻ പോലും തയ്യാറായില്ല. അവർക്ക് വലിയ പേടിയായിരുന്നു. കടുവയും പുലിയും ആനയും ഒക്കെയുള്ള കാടാണ്. മാത്രമല്ല നദീതീരവുമാണ്. ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് ആക്രമിക്കുമെന്ന് അവരെല്ലാവരും പേടിച്ചു. വഞ്ചിയുടെ അടുത്താകുമ്പോൾ മൃഗങ്ങൾ വരുന്നത് കണ്ടാലുടനെ വഞ്ചിയിലേക്ക് ചാടിക്കയറി രക്ഷപ്പെടാം എന്നാണ് ഇവരുടെ കണക്ക് കൂട്ടൽ. എന്നാൽ വിശപ്പിന് ഭക്ഷണം കഴിക്കുകയും വേണം. അവസാനം ഇന്ന് നവകുമാർ ധൈര്യത്തോടെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കൊണ്ടുവരാം, നിങ്ങൾ ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒരുക്കുമ്പോഴേക്കും ഞാൻ വിറവ് കൊണ്ടുവരാം. അങ്ങനെ ഈ വഞ്ചിയിലുള്ള ആൾക്കാർ ഇവിടെ ഇരുന്ന് വിശ്രമിച്ചു. നവകുമാർ ഒരു കോടാലി എടുത്തുകൊണ്ട് ഈ കാടിനുള്ളിലേക്ക് വിറക് വെട്ടാൻ പോയി. അപ്പോൾ ഈ ആദ്യം ചെന്ന ആ കാടിൻ്റെ ഭാഗത്ത് വലിയ മരങ്ങളായിരുന്നു. അത് വെട്ടി വീഴ്ത്താൻ താമസമുണ്ട്. അതുകൊണ്ട് അയാൾ കുറച്ച് ഉള്ളിലേക്ക് കടന്നു, കാടിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് കടന്നു. അവിടുന്ന് കുറച്ച് ഉണങ്ങിയ മരങ്ങളൊക്കെ കണ്ടുപിടിച്ച് അയാൾ വെട്ടി വീഴ്ത്താൻ തുടങ്ങി, ചെറിയ മരങ്ങൾ. ഈ സമയത്ത് ഈ വഞ്ചിയിലുള്ള ആൾക്കാർ നവകുമാറിനെ കാത്ത് അവിടെ തന്നെ ഇരിക്കുകയാണ്. അവർ നോക്കുമ്പോൾ ഇപ്പോൾ വേലി ഇറക്കമാണ്. കുറച്ചുകൂടെ സമയം കഴിയുമ്പോഴത്തേക്ക് വേലിയേറ്റം വല്ലതും വരികയാണെങ്കിൽ കടലിൽ നിന്ന് ഈ നദിയിലേക്ക് തിര അടിക്കുകയും തങ്ങളുടെ വഞ്ചി ആടി ഉലയുകയും ചിലപ്പോൾ കൈവിട്ട് പോവുകയും ചെയ്യും എന്നൊക്കെ ഇവർക്ക് പേടി വന്നു. വേലിയേറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. ഈ കാടിനടുത്ത് വഞ്ചിയിൽ പോലും ഇരിക്കുന്ന അപകടമാണ്. ഭക്ഷണമൊന്നും കിട്ടിയില്ലെങ്കിൽ സാരമില്ല, ഈ സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നായി ഇവരുടെയൊക്കെ വിചാരം. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ വഞ്ചിയിൽ കയറി ഇവിടുന്ന് പോകാം. അപ്പം മറ്റൊരാൾ പറഞ്ഞു, അയ്യോ നവകുമാർ നമുക്ക് വേണ്ടി വിറകിന് പോയിരിക്കുകയാണ്. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, അവൻ പോയിട്ട് കുറേ നേരം ആയല്ലോ, കാണുന്നില്ല, അവനെ വല്ല മൃഗങ്ങളും പിടിച്ച് തിന്നെങ്കിൽ എന്ത് ചെയ്യും? ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ല. ഇങ്ങനെ ഇവർ തമ്മിൽ തർക്കമാവുകയും അവസാനം എല്ലാവരും കൂടെ ഈ വഞ്ചിയിൽ കയറി നവകുമാറിനെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. നവകുമാരനാണെങ്കിൽ ഈ വിറക് വെട്ടിക്കഴിഞ്ഞിട്ട് അത് കെട്ടാക്കി കഴിഞ്ഞപ്പോൾ അത് തന്നെ എടുത്തുകൊണ്ട് വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആരുടെയെങ്കിലും സഹായമില്ലാതെ അത്രയും വലിയ വിറക് കെട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് അയാൾക്ക് തോന്നി. എന്നിട്ടും അയാൾ വളരെ വിഷമിച്ച് അത് വലിച്ച് ഈ നദിയുടെ കരയിലേക്ക് എത്തി.
അവിടെ വന്നപ്പോൾ അവിടെ ആരുമില്ല, വഞ്ചിയുമില്ല, ആൾക്കാരുമില്ല. അയാൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നി. എങ്ങനെ നാട്ടിലെത്തും? ഇത് കൊടും കാടാണ്, എവിടെയാണ് സ്ഥലം എന്നറിഞ്ഞുകൂടാ. അയാളെ വല്ലാതെ വിഷമിച്ചു പോയി. തൻ്റെ കൂട്ടാളികൾ തന്നെ ഉപേക്ഷിച്ച് പോയതാണോ അതോ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയതാണോ എന്നൊക്കെ ഇയാൾക്ക് സംശയം തോന്നി. പക്ഷേ ഇനി നദിയുടെ കരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അയാൾ ആ കാടിനുള്ളിലേക്ക് നടന്നപ്പോൾ കുറച്ച് ദൂരെയായിട്ട് തീ കത്തുന്നത് കണ്ടു. അങ്ങനെ അയാൾ ആ തീ കത്തുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ നല്ല വണ്ണമൊക്കെയുള്ള ഒരു മനുഷ്യൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. തീ കത്തിച്ച് അയാൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അയാളുടെ പ്രാർത്ഥന കണ്ടപ്പോൾ അതൊരു സാധാരണ പ്രാർത്ഥനയല്ല എന്ന് ഈ നവകുമാറിന് തോന്നി. കാരണം അയാളുടെ അടുത്ത് കുറേ തലയോടും എല്ലുകളും ഒക്കെ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. എന്തായാലും നവകുമാറിന് ഇയാളോട് സംസാരിച്ച് വഴി കണ്ടുപിടിക്കാതെ പുറത്ത് പോകാൻ പറ്റില്ല. കാടിനകത്താണ്, കൊടുങ്കാടാണ്. അതുകൊണ്ട് അയാൾ ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു. അടുത്ത് ചെന്നപ്പോൾ അയാൾ കണ്ണ് തുറന്നു. ആരാണ്, എവിടെ നിന്ന് വരികയാണെന്നൊക്കെ ചോദിച്ചു. കണ്ടതുപോലെ ഒരു പേടിപ്പിക്കുന്ന ഒരു പെരുമാറ്റമായിരുന്നില്ല അയാളുടെ. അയാൾ വളരെ സൗമ്യമായിട്ട് ഈ നവകുമാറിനോട് പെരുമാറി. അപ്പോൾ നവകുമാർ പറഞ്ഞു, ഞാനിങ്ങനെ തീർത്ഥാടനത്തിന് ഇറങ്ങിയതാണ്. വള്ളത്തിൽ വന്ന് ഇവിടെ ഇറങ്ങി, എൻ്റെ കൂട്ടുകാളികളെ കാണുന്നില്ല, എനിക്ക് വഴി തെറ്റി കാടിന് പുറത്ത് എൻ്റെ ഗ്രാമത്തിലേക്ക് പോകണം, വഴി കാണിച്ചു തരണം. അപ്പോൾ ഇയാൾ പറഞ്ഞു, നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, അതുകൊണ്ട് തൽക്കാലം എൻ്റെ ഗുഹയിലേക്ക് അവിടെ വന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ചിട്ട് നാളെ ഞാൻ വഴി കാണിച്ചു തരാം. അങ്ങനെ നവകുമാർ ഇയാളുടെ കൂടെ ഇയാളുടെ ഗുഹയിലേക്ക് പോയി. ഒരു വലിയ ഗുഹയായിരുന്നു. ഗുഹയിൽ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നവകുമാറിന് ഇയാൾ ഭക്ഷണം കൊടുത്തു. നവകുമാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ കിടക്കാനൊരു പായയും കൊടുത്തു. നവകുമാറിന് നല്ല ക്ഷീണമുണ്ടായിരുന്നു. കാരണം കാട്ടിൽ കുറേ അലഞ്ഞു നടന്നതാണ്, പിന്നെ വിറക് വെട്ടിയതാണ്. അതുകൊണ്ട് കിടന്ന ഉടനെ ഇയാൾ ഉറങ്ങി കുറേ നേരം കഴിഞ്ഞ് രാത്രിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ഉച്ചയാവാറായപ്പോഴാണ് നവകുമാർ കണ്ണ് തുറന്നത് തന്നെ. അപ്പോൾ പിന്നെയും വിശക്കുന്നു, നല്ല വിശപ്പുണ്ട്. കാരണം തലേന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ കിടന്നുറങ്ങി ഒത്തിരി നേരം കഴിഞ്ഞിട്ടല്ലേ ഉണരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് നോക്കിയപ്പോൾ ഗുഹയിലൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി നവകുമാർ പുറത്തിറങ്ങി ചുറ്റി നടന്നപ്പോൾ അവിടെയുള്ള കുറേ മരങ്ങളിൽ കുറേ പഴങ്ങളൊക്കെ പഴുത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഇയാൾ അവിടെ പോയി ഈ പഴങ്ങൾ പറിച്ച് തിന്നു. വിശപ്പടങ്ങിയപ്പോൾ തനിക്ക് ആശ്രയം തന്ന ആളുടെ ഗുഹയിലേക്ക് തിരിച്ചു പോകാമെന്ന് നവകുമാർ വിചാരിച്ചു. അങ്ങനെ തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ വഴി തെറ്റിപ്പോയി. കാടാണ്, കാട്ടിൽ എങ്ങോട്ട് നടന്നാലും ഏത് ദിക്കിലാണ് പോകുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വീണ്ടും വിഷമത്തിലായി. നേരത്തെ തന്നെ ആകെ വിഷമഘട്ടത്തിലായിരുന്നു, ഇപ്പോൾ പിന്നെയും വഴി തെറ്റി. എന്ത് ചെയ്യുമെന്നറിയാതെ അയാൾ ഇങ്ങനെ കാട്ടിലൂടെ അലഞ്ഞ് നടന്ന് നദീതീരത്ത് വീണ്ടും എത്തിപ്പെട്ടു. അപ്പോൾ അവിടെ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടു. പക്ഷേ സാധാരണ ഗ്രാമത്തിലുള്ള പെൺകുട്ടികൾ ധരിക്കുന്ന തരം വസ്ത്രധാരണമൊന്നുമല്ല അവളുടേത്. മുടിയൊക്കെ അഴിഞ്ഞൊലിഞ്ഞ് കിടക്കുന്നുണ്ട്. മരപുരിയൊക്കെ ധരിച്ചൊരു പെൺകുട്ടിയാണ്. അവൾ നവകുമാറിനെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങളാണോ ഇന്നലെ ആ ഗുഹയിൽ താമസിക്കാൻ വന്നത്? അപ്പോൾ നവകുമാർ പറഞ്ഞു, അതേ, നിനക്ക് എങ്ങനെ മനസ്സിലായി? നീ ആരാ? എനിക്ക് വഴി കാണിച്ചു തരാമോ? ഞാൻ ആ ഗുഹയിൽ നിന്നുള്ള വഴി തെറ്റിയിട്ട് വന്നതാണ്. അവൾ പറഞ്ഞു, എൻ്റെ പേര് കബലകുണ്ടല എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്നലെ അഭയം തന്ന കാപാലികൻ്റെ വളർത്തു മകളാണ്. തനിക്ക് അഭയം തന്ന ആളുടെ പേര് കാപാലികൻ എന്നാണെന്ന് അപ്പോഴാണ് നവകുമാർ അറിയുന്നത്. അപ്പം നവകുമാർ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, എനിക്ക് നിൻ്റെ വളർത്തച്ഛൻ്റെ ഗുഹയിലേക്കൊന്ന് വഴി കാണിച്ചു തരണം, എനിക്ക് വഴി തെറ്റിപ്പോയി. അപ്പോൾ അവർക്ക് ഭയങ്കര മടി കാണിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം നവകുമാർ നിർബന്ധിച്ചു, എനിക്ക് അങ്ങോട്ട് പോകണം, കാരണം അയാൾ ഇന്നലെ എനിക്ക് അഭയം തന്നതാണ്, ഞാൻ ഒളിച്ചോടിപ്പോയി എന്ന് അറിഞ്ഞാൽ അയാൾക്ക് ബുദ്ധിമുട്ടാവും. മാത്രമല്ല അയാൾ എനിക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ചോദിച്ചു, ഉറപ്പാണോ നിനക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, അതേ, എനിക്ക് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് തന്നെ എന്നെ അദ്ദേഹം പുറത്തെത്തിക്കും, എനിക്ക് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടി ഇയാളെ കൊണ്ടുവന്ന് ഈ ഗുഹയിലാക്കി. അങ്ങനെ ഗുഹയിലാക്കിയതിന് ശേഷം ഇവളങ്ങ് തിരിച്ചുപോയി. നവകുമാർ ആ ഗുഹയിൽ കാപാലികനെ കാത്തിരുന്നു. അപ്പോൾ സന്ധ്യ ആകാറായപ്പോഴേക്ക് കാപാലികൻ വന്നു. അപ്പോൾ നവകുമാർ പറഞ്ഞു, അയ്യോ, എനിക്ക് ഇന്നും നാട്ടിൽ പോകാൻ പറ്റിയില്ലല്ലോ, ഇന്നും വൈകുന്നേരമായിപ്പോയി, നാളെയെങ്കിലും എനിക്ക് നാട്ടിൽ പോകണം. കാരണം എൻ്റെ നാട്ടിലും വീട്ടിലും ഉള്ളവരൊക്കെ എന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും, ഞാൻ മരിച്ചുപോയി എന്നായിരിക്കും അവരൊക്കെ കരുതുന്നത്. അപ്പോൾ ഈ കാപാലികൻ പറഞ്ഞു, അതിനെന്തിനാ നാളെ വരെ കാത്തിരിക്കുന്നത്, ഇപ്പം തന്നെ ഞാൻ നിന്നെ കൊണ്ടുപോയി വിടാം, സന്ധ്യ ആയെന്നൊന്നും കരുതണ്ട, ഞാൻ വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇയാളൊരു പന്തമൊക്കെ എടുത്തിട്ട് നവകുമാറിനെ വിളിച്ചുകൊണ്ട് നടന്നു തുടങ്ങി. നവകുമാർ നാട്ടിൽ പോകാം എന്നുള്ള പ്രതീക്ഷയോടെ ഇയാളുടെ പിന്നാലെ നടന്നു. അപ്പോൾ കുറേ ദൂരം ചെന്നപ്പോൾ കാട്ടിനുള്ളിൽ ഒരു മരത്തിന് മറഞ്ഞ് കബലകുണ്ടല നിൽക്കുന്നത് കണ്ടു. അവൾ വളരെ രഹസ്യമായിട്ട് നവകുമാരനോട് പറഞ്ഞു, പോകരുത്, നിന്നെ ഭൈരവി ദേവിക്ക് ബലി കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. ഈ കാപാലികൻ ഭൈരവി ദേവിയുടെ ഭക്തനാണ്. ഈ കാട്ടിലേക്ക് വരുന്ന മനുഷ്യരെ അയാൾ വശത്താക്കുകയും അവരെ ഈ ദേവിക്ക് ബലി കൊടുക്കുകയും ചെയ്യും, അതുകൊണ്ട് പോകരുത്. ഇത് കേട്ടപ്പോൾ നവകുമാരന് മനസ്സിലായി താൻ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന്. കബലകുണ്ടല വളരെ രഹസ്യമായിട്ടാണ് ഇത് നവകുമാരനോട് പറഞ്ഞതെങ്കിലും ഈ ശബ്ദം കാപാലികൻ കേട്ടു. അയാൾ അലറിക്കൊണ്ട് തിരിഞ്ഞപ്പോഴേക്കും കബലകുണ്ടല അവിടുന്ന് ഓടിപ്പോയി. പേടിച്ചരണ്ടു പോയ നവകുമാരനെ രണ്ട് കൈയിലും പിടിച്ച് വലിച്ചുകൊണ്ട് കാപാലികൻ മുന്നോട്ട് നടന്നു. നവകുമാരൻ തന്നാലാവും വിധം കുതിർന്നു നോക്കി. പക്ഷേ ഇയാൾക്ക് നല്ല ബലമായിരുന്നു.
വളരെ വലിപ്പമുള്ള ആജാനുബാഹുവായ ഒരാളാണ് ഈ കാപാലികൻ. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമായിരുന്നില്ല. അങ്ങനെ നവകുമാരനെയും വിളിച്ചുകൊണ്ട് അയാൾ കാട്ടിൽ ഉള്ള ഒരു വലിയ ബലിക്കൽ തറയുടെ അടുത്തെത്തി. അവിടെ ഒരു ഭൈരവി വിഗ്രഹവും ഉണ്ടായിരുന്നു, ഒരു വലിയ ബലിക്കൽ തറയും ഉണ്ടായിരുന്നു. അവിടെ കുറേ വിളക്കുകളൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കാപാലികൻ നവകുമാരനെ ആ ബലിപീഠത്തിനടുത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് 2 കൈയും കാലും കൂട്ടിക്കെട്ടി. നവകുമാരനെ അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ കാപാലികൻ തൻ്റെ വാൾ നോക്കുമ്പോൾ അത് കണ്ടില്ല. അയാൾ വിചാരിച്ചു താൻ നവകുമാരനെ പിടിച്ച് വലിച്ചുകൊണ്ട് വരുമ്പോൾ കാട്ടിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയതാണെന്ന്. അതുകൊണ്ട് കാട്ടിൽ നോക്കാൻ വേണ്ടിയിട്ട് ഈ കാപാലികൻ അങ്ങോട്ട് ഓടിപ്പോയി. ഈ സമയത്ത് ആ വാളുമായിട്ട് കപലകുണ്ഠല അങ്ങോട്ട് വരികയും ഈ കെട്ടുകൾ അറുത്ത് കളഞ്ഞിട്ട് നവകുമാരനെ രക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം അവരവിടുന്ന് ഓടിപ്പോയി. കപലകുണ്ഠല നവകുമാരനെയും കൊണ്ട് ഒരു വലിയ ക്ഷേത്രത്തിലേക്കാണ് ചെന്നത്. ആ ക്ഷേത്രത്തിൽ കുറേ സന്യാസിമാർ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടി നവകുമാരനെ അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചു. അതിനുശേഷം അവൾ പോകാൻ തുടങ്ങുമ്പോൾ ഈ ക്ഷേത്രത്തിലെ മുഖ്യ സന്യാസി, അവിടുത്തെ പൂജാരി, അവളെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്നിനി പോവണ്ട, വളരെ അപകടമാണ്. അവൻ്റെ ബലിമൃഗത്തിനെ നീ പിടിച്ചുകൊണ്ട് പോകുന്നതിനാൽ കാപാലികൻ ഇനി വെറുതെ ഇരിക്കുകയില്ല. അയാൾ നിന്നെ ഉപദ്രവിക്കും, നിൻ്റെ ജീവന് പോലും ആപത്താണ്. അതുകൊണ്ട് തൽക്കാലം നീ ഇന്ന് രാത്രി ഈ ക്ഷേത്രത്തിൽ തങ്ങിയാൽ മതി. അങ്ങനെ അന്ന് കപലകുണ്ഠല ആ ക്ഷേത്രത്തിലാണ് തങ്ങിയത്. പിറ്റേന്ന് രാവിലെ നവകുമാരൻ ഈ പൂജാരിയോട് ചെന്നിട്ട് തനിക്ക് നാട്ടിലേക്കുള്ള വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പൂജാരി പറഞ്ഞു, ഞാൻ വഴി കാണിച്ചു തരാം, പക്ഷേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. നിന്നെ രക്ഷപ്പെടുത്തിയിട്ട് ജീവൻ പോലും അപകടത്തിലായി നിൽക്കുകയാണ് കപലകുണ്ഠല. അവളെ നീ സ്വീകരിക്കണം, ഭാര്യയാക്കണം. അവളുടെ കുലമഹിമയിലോ അവളുടെ സ്വഭാവത്തിലോ ഒന്നും നീ ഒട്ടും സംശയിക്കേണ്ട. അവളൊരു ബ്രാഹ്മണ പെൺകുട്ടിയാണ്. അവളെ ഇയാൾ നാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് വന്ന് വളർത്തുകയായിരുന്നു. സ്വന്തം മോളായിട്ടൊക്കെയാണ് വളർത്തുന്നതെങ്കിലും അയാൾ വളരെ ക്രൂരനാണ്. ചെറിയ തെറ്റുകൾക്ക് പോലും അവളെ വളരെയധികം ഉപദ്രവിക്കും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജീവൻ നയിക്കുകയായിരുന്നു ഇവിടെ കപലകുണ്ഠല. അവളാണ് നിൻ്റെ ജീവൻ രക്ഷിച്ചത്. നീ ആ നന്ദി എപ്പോഴും അവളോട് കാണിക്കണം. നവകുമാരൻ ആദ്യം ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഒരു ആശങ്ക തോന്നി. പക്ഷേ പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോൾ തൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവൾ ഇത്രയധികം കഷ്ടപ്പെട്ടത്. അവൾ നല്ല ധൈര്യമുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ നവകുമാരൻ ആ കാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ച് കപലകുണ്ഠലയെ വിവാഹം കഴിച്ചു. അപ്പോൾ ഈ കപലകുണ്ഠല മരവുരിയൊക്കെ ധരിച്ച് നടക്കുന്നൊരു പെൺകുട്ടിയായിരുന്നല്ലോ. ഈ പൂജാരിമാരെല്ലാവരും കൂടെ ചേർത്ത് ഇവൾക്ക് കുറച്ച് വസ്ത്രങ്ങളൊക്കെ കൊടുത്തു. ആ വസ്ത്രങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൽ തന്നെ സ്ത്രീകളായ സന്യാസിമാരെ അവളെ ഉടുപ്പിക്കുകയും അവളെ ഒരു പല്ലക്കിൽ കയറ്റി ഈ നവകുമാരനോടൊപ്പം നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. മനുഷ്യർ തോളിൽ താങ്ങി നടന്നു പോകുന്ന ഒരു പല്ലക്കായിരുന്നു കപലകുണ്ഠലയ്ക്ക് വേണ്ടിയിട്ട് സന്യാസിമാർ ഒരുക്കിയത്. അത് താങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സന്യാസിമാരും അവർക്കൊപ്പം നാട്ടിലേക്ക് ചെന്നു. അങ്ങനെ ഈ സന്യാസിമാർ ഈ പല്ലക്കും തോളിലെടുത്ത് നടന്നു. സാധാരണ ഇവർ കാട്ടിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഇവർക്ക് നല്ല ആരോഗ്യമായിരുന്നു. അവർ നല്ല വേഗത്തിലാണ് നടന്നിരുന്നത്. എന്നാൽ നാട്ടിൽ ജീവിച്ച് അത്രയധികം കഠിനാധ്വാനമൊന്നും ചെയ്ത് ശീലമില്ലാത്ത നവകുമാരന് ഇവർക്കൊപ്പം നടന്നെത്തുക വളരെ പ്രയാസമായി തീർന്നു. ഇവർ കാട്ടിലൂടെ കുറേ ദൂരം യാത്ര ചെയ്തിട്ടൊരു നാട്ടുവഴിയിലെത്തി. ഈ നാട്ടുവഴിയിലൂടെ പിന്നീട് മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ നവകുമാരൻ വിചാരിച്ചു, എനിക്ക് ഇവർക്കൊപ്പം നടന്നെത്താൻ പറ്റുന്നില്ല. എന്തായാലും വഴിയിലെത്തിയല്ലോ, ഇനി ഇവർ മുന്നോട്ട് പോകട്ടെ, ഞാൻ അവർക്ക് പിന്നാലെ പതുക്കെ നടന്നെത്തിക്കൊള്ളാം. ഇക്കാര്യം നവകുമാരൻ ഈ സന്യാസിമാരോട് പറയുകയും ചെയ്തു. അപ്പോൾ സന്യാസിമാർ പറഞ്ഞു, കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു സത്രമുണ്ട്, ഞങ്ങൾ ആ സത്രത്തിൽ നിങ്ങളെ കാത്തിരിക്കാം, നിങ്ങൾ പതുക്കെ നടന്ന് വന്നാൽ മതി, ഞങ്ങൾക്ക് പതുക്കെ നടന്ന് ശീലമില്ല. അങ്ങനെ ഈ സന്യാസിമാർ കപലകുണ്ഠലയുള്ള പല്ലക്കം വഹിച്ചുകൊണ്ട് മുന്നേ പോയി. നവകുമാരൻ പിന്നാലെ പതുക്കെ നടന്നു ചെന്നു. പക്ഷേ സന്ധ്യ ആയപ്പോഴേക്കും നവകുമാരൻ വല്ലാതെ ക്ഷീണിച്ചു. സത്രമൊന്നും കാണുന്നതുമില്ല. അയാൾ വല്ലാതെ വിഷമിച്ചു. വീണ്ടും തനിക്ക് വഴി തെറ്റിയോ, തനിക്ക് നാട്ടിലെത്താൻ പറ്റാതാകുമോ എന്നൊക്കെ നവകുമാരൻ ചിന്തിച്ചു. അയാൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ കുറച്ച് ദൂരെയായിട്ടൊരു പല്ലക്ക് തകർന്ന് കിടക്കുന്നത് കണ്ടു. അത് കണ്ട് അയാൾ വല്ലാതെ വിഷമിച്ചു പോയി. തൻ്റെ ഭാര്യയായ കപലകുണ്ഠല എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് ഈ പല്ലക്കിൽ നിന്ന് വീണ് കിടക്കുകയാണോ എന്ന് അയാൾ സംശയിച്ചു. അയാളങ്ങനെ ആ തകർന്ന് കിടക്കുന്ന പല്ലക്കിനടുത്തേക്ക് ഓടിച്ചെല്ലുകയും കപലകുണ്ഠല എന്ന് വിളിച്ചുകൊണ്ട് ആ പല്ലക്കിൻ്റെ തിരശ്ശീല മാറ്റി അകത്തേക്ക് നോക്കുകയും ചെയ്തു. അപ്പോൾ അതിനുള്ളിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് കണ്ടു. പക്ഷെ അവളുടെ മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അയാൾ ആ പല്ലക്കിനുള്ളിലേക്ക് തലയിട്ടിട്ട് ഇതാരാണെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് കപലകുണ്ഠല അല്ല, അതൊരു മുസ്ലിം യുവതിയാണ് എന്ന് മനസ്സിലായി. അയാൾ ആ തകർന്ന പല്ലക്കിൽ നിന്ന് ആ സ്ത്രീയെ പുറത്തിറങ്ങാൻ സഹായിച്ചു. എന്നിട്ട് അവരോട് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എൻ്റെ ജോലിക്കാരോടൊപ്പം ഒരു യാത്രയ്ക്ക് പോവുകയായിരുന്നു. അപ്പോൾ എൻ്റെ ജോലിക്കാർ
എൻ്റെ പല്ലക്ക് ഇവിടെ താഴെ ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു സത്രമുണ്ട്. അവിടെ എൻ്റെ താമസത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോയി. എൻ്റെ കൂടെ 1-2 ജോലിക്കാർ മാത്രമേ തങ്ങിയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഈ താമസ സൗകര്യം ഒരുക്കാൻ വേണ്ടി പോയിരുന്നു. ആ സമയത്ത് കുറേ കൊള്ളക്കാർ വന്ന് എന്നെ ആക്രമിച്ചു. എൻ്റെ ആഭരണങ്ങളെല്ലാം അവർ പിടിച്ച് പറിച്ചെടുക്കുകയും എൻ്റെ പല്ലക്ക് തകർക്കുകയും ചെയ്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരെല്ലാം ഓടി രക്ഷപ്പെട്ടു. പക്ഷേ പല്ലക്കിനുള്ളിൽ ഉറക്കത്തിലായിരുന്ന എനിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ നവകുമാരൻ പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കേണ്ട, ഞാനും ആ സത്രത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. എൻ്റെ ഭാര്യ അവിടെ എന്നെ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ വരാമെങ്കിൽ ഞാൻ നിങ്ങളെ ആ സത്രത്തിൽ കൊണ്ടുപോയി ആക്കാം. അങ്ങനെ ഈ സ്ത്രീക്കൊപ്പം നടന്ന് നവകുമാരൻ ഈ സത്രത്തിലെത്തി. അവിടെ വെച്ച് ഇവർ രണ്ടുപേരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. നവകുമാരൻ ചെന്ന് കപലകുണ്ടലയെ കാണുകയും അവരൊന്നിച്ച് അവിടെ താമസിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്ന് പോയ ഈ സ്ത്രീക്ക് നവകുമാരനെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് തോന്നി. അതെവിടെ വെച്ചാണ് ഇയാളെ നേരത്തെ കണ്ടിട്ടുള്ളത് എന്ന് അവർ ഗാഢമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു. കുറേ നേരം ആലോചിച്ചിട്ടും അവർക്ക് ഓർത്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ നവകുമാരനും കപലകുണ്ടലയും താമസിക്കുന്ന മുറിയിലേക്ക് ചെന്നു. അവർ പേര് മോത്തി ബീബി എന്നായിരുന്നു. മോത്തി ബീബി ചെന്ന് നവകുമാരനെ വീണ്ടും കാണുകയും തൻ്റെ പേര് മോത്തി ബീബി എന്നാണെന്നും താൻ നവകുമാരനോട് നന്ദി പറയാൻ വന്നതാണെന്നും പറഞ്ഞു. അപ്പോൾ നവകുമാരൻ പറഞ്ഞു, എൻ്റെ പേര് നവകുമാര ശർമ്മ എന്നാണ്. ഞാൻ ബംഗാളിലെ സപ്ത ഗ്രാമത്തിൽ നിന്ന് വരികയാണ്. കൂടെയുള്ളത് എൻ്റെ ഭാര്യയാണ്. അവളുടെ പേര് കപലകുണ്ടല എന്നാണ്. നവകുമാരൻ്റെ പേര് കേട്ടപ്പോഴേ മോത്തി ബീബിക്ക് ഇതാരാണെന്ന് മനസ്സിലായി. മോത്തി ബീബിയുടെ നേരത്തെ പേര് പത്മാവതി എന്നായിരുന്നു. ഈ പത്മാവതി ഒരു ഹിന്ദു സ്ത്രീയായിരുന്നു. അവർ പിന്നീട് മുസ്ലിം മതത്തിലേക്ക് മാറിയതാണ്. കുട്ടികളായിരുന്ന സമയത്ത് ഇവരും സപ്ത നഗരത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഇവരും കുടുംബവും നവകുമാരൻ്റെ അയൽപക്കക്കാരായിരുന്നു. ഇവർ കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലുമായിരുന്നു. ഇവർ കുട്ടികളായിരുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ശൈശവ വിവാഹം നടന്നതായിരുന്നു. അന്ന് കാലത്ത് അങ്ങനെ ശൈശവ വിവാഹങ്ങൾ നടക്കാറുണ്ട്. പിന്നീട് കുട്ടികൾ പ്രായപൂർത്തിയായതിനു ശേഷമാണ് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ നവകുമാരൻ്റെയും പത്മാവതിയുടെയും വിവാഹം നേരത്തെ നടന്നതായിരുന്നു. പക്ഷേ പിന്നീടാണ് പത്മാവതിയുടെ പിതാവ് ഒരു മുസൽമാനായി മാറിയത്. അതോടെ നവകുമാരൻ്റെ പിതാവ് ഇദ്ദേഹത്തോട് പിണങ്ങുകയും ഈ വിവാഹബന്ധം വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. പിന്നീട് ഈ മോത്തി ബീബിയുടെ കുടുംബം ഈ സപ്തഗ്രാമത്തിൽ നിന്ന് താമസം മാറിപ്പോയി. ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകാരമായിട്ട് മോത്തി ബീബി കുറേ ആഭരണങ്ങൾ നവകുമാരൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അത് വളരെ വിലപിടിപ്പുള്ള ആഭരണങ്ങളായിരുന്നു. അപ്പോൾ നവകുമാരൻ പറഞ്ഞു, ഇത് ഒരുപാട് വിലപിടിപ്പുള്ള ആഭരണങ്ങളാണല്ലോ, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇതെൻ്റെ സന്തോഷം കൊണ്ട് തരുന്നതാണ്. നിങ്ങളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം ആ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി. ഇത് എൻ്റെ ജോലിക്കാരുടെ കയ്യിൽ ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന കുറച്ച് ആഭരണങ്ങൾ മാത്രമേ ഉള്ളൂ. അതെന്തായാലും നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ. അങ്ങനെ ഈ സമ്മാനങ്ങളൊക്കെ കപലകുണ്ടലയ്ക്ക് കൊടുത്തിട്ട് മോത്തി ബീബി അവിടുന്ന് പോയി. നവകുമാരനാണെങ്കിൽ തൻ്റെ നാടായ സപ്തഗ്രാമത്തിലേക്ക് തൻ്റെ ഭാര്യയായ കപലകുണ്ടലയും കൊണ്ട് എത്തിച്ചേർന്നു. നവകുമാരൻ്റെ വീട്ടിൽ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. സഹോദരിയുടെ പേര് ശ്യാമ എന്നായിരുന്നു. ഇവർക്ക് 2 പേർക്കും കപലകുണ്ടലയെ വളരെയധികം ഇഷ്ടപ്പെട്ടു. മാത്രമല്ല കാപാലികൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ സഹോദരൻ്റെ ജീവൻ രക്ഷിച്ച ഈ പെൺകുട്ടിയോട് ശ്യാമയ്ക്ക് വളരെയധികം സ്നേഹവും തോന്നി. അവൾ വളരെ സൗഹൃദത്തോടെ കപലകുണ്ടലയോട് പെരുമാറി. ഈ കപലകുണ്ടല എന്നുള്ള പേര് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാഞ്ഞതിനാൽ ശ്യാമ മൃണ്മയി എന്നുള്ള പേര് കപലകുണ്ടലയ്ക്ക് കൊടുത്തു. അങ്ങനെ കപലകുണ്ടല പിന്നീട് മൃണ്മയി എന്നാണ് അറിയപ്പെട്ടത്. പക്ഷേ മൃണ്മയി എന്ന വളരെ നല്ല ഒരു പേര് സ്വീകരിച്ചെങ്കിലും കപലകുണ്ടലയുടെ ഉള്ളിൽ അവളെപ്പോഴും കാട്ടിൽ വളർന്ന ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവൾ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു. കാട്ടിൽ അവൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചും ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങിയും ഇഷ്ടമുള്ളപ്പോൾ ഉണർന്നും മരച്ചില്ലകളിലൂടെ കയറി ഇറങ്ങിയും സ്വതന്ത്രമായിട്ട് നടക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഇവൾക്ക് അങ്ങനെയൊന്നും പറ്റില്ല. ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ അതിൻ്റേതായ രീതികളുണ്ട്, ഒരുപാട് ചിട്ടകളുണ്ട്. അതൊക്കെ പിന്തുടരാൻ കപലകുണ്ടലയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. അവൾ ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതായി. ഇത് കണ്ട ശ്യാമയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുകയും ശ്യാമ കപലകുണ്ടലയോട് ചെന്ന് എന്താണ് എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ കപലകുണ്ടല പറഞ്ഞു, എനിക്ക് ഈ നാട്ടിലെ ജീവിതം ഒട്ടും ശരിയാവുന്നില്ല. കാട്ടിൽ വളർന്ന എനിക്ക് കാട്ടിലെ ജീവിതമാണ് ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നുന്നത്. ഈ നാട്ടിലെ ജീവിതം വളരെ വിരസമാണ്, ഇവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ശ്യാമ പറഞ്ഞു, നീ അതിൽ വിഷമിക്കേണ്ട, കുറേ കാലം കഴിയുന്നതോടെ നിനക്കിതൊരു ശീലമായിക്കോളും. നാട്ടിലെ ജീവിതം ശീലമായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കാട്ടിലേക്ക് പോകാൻ തോന്നുകയില്ല. അത് സത്യവുമായിരുന്നു. ശ്യാമയുടെയും നവകുമാരൻ്റെ അമ്മയുടെയും നവകുമാരൻ്റെയൊക്കെ സ്നേഹവും പരിചരണവും കരുതലും ഒക്കെ കൊണ്ട് കപലകുണ്ടലയുടെ സ്വഭാവം മാറുകയും അവൾ മൃണ്മയി എന്ന പേരിൽ നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കുകയും ചെയ്തു. പക്ഷേ ഇതേ സമയത്ത് മറ്റൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. നവകുമാരൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയെങ്കിലും
മോത്തി ബീബിക്ക് നവകുമാരനെ മറക്കാനേ പറ്റിയില്ല. താൻ മതം മാറിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നവകുമാരൻ്റെ ഭാര്യയായി ജീവിക്കേണ്ടതായിരുന്നുവെന്ന് എപ്പോഴും മോത്തി ബീബി ഓർത്തു. അവൾക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മോത്തി ബീബി ഈ സമയത്ത് വളരെ ധനികയായൊരു യുവതിയായിരുന്നു. മാത്രമല്ല, രാജ്യത്തെ രാജകുമാരൻ മോത്തി ബീബിയുമായിട്ട് വിവാഹം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആ വിവാഹം ഉടനെ നടക്കുമെന്നും മോത്തി ബീബി തൻ്റെ ഭർത്താവിനൊപ്പം ആഗ്രയിലേക്ക് പോകുമെന്നും നാട്ടിലെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. മോത്തി ബീബിയുടെ ഭാഗ്യത്തിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു. ഭാവിയിൽ സുൽത്താനയാകാൻ പോകുന്നവളാണ് മോത്തി ബീബി എന്ന രീതിയിലാണ് എല്ലാവരും മോത്തി ബീബിയോട് പെരുമാറിയിരുന്നത്. എന്നാൽ മോത്തി ബീബിക്കാണെങ്കിൽ ആഗ്രയിലേക്ക് പോവുകയോ സുൽത്താനയാവുകയോ ഒന്നും വേണ്ട. അവൾക്ക് നവകുമാരൻ്റെ ഭാര്യയായാൽ മതി. മോത്തി ബീബിക്ക് അധികകാലം തൻ്റെ ആഗ്രഹം അടക്കി വെക്കാൻ പറ്റിയില്ല. അവൾ ഒരിക്കൽ നവകുമാരനെ വന്ന് കാണുകയും തന്നെ വിവാഹം കഴിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ നവകുമാരൻ പറഞ്ഞു, അതെങ്ങനെ സാധ്യമാകും? എനിക്ക് ഇപ്പോൾ തന്നെ ഒരു ഭാര്യയുണ്ട്. അപ്പോൾ മോത്തി ബീബി പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല, നിങ്ങൾക്ക് ഒരു ഭാര്യ ആവശ്യമില്ല എങ്കിൽ എന്നെ നിങ്ങളുടെ വേലക്കാരിയായിട്ട് എടുത്താൽ മതി. അപ്പോൾ നവകുമാരൻ പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ട ബ്രാഹ്മണനാണ്. എൻ്റെ വീട്ടിൽ നിന്നെപ്പോലെ ഒരു വളരെ ധനികയായ വേലക്കാരിയുടെ ആവശ്യമില്ല. അപ്പോൾ മോത്തി ബീബി പറഞ്ഞു, ആഗ്രയിലെ സുൽത്താൻ്റെ ഭാര്യാപദം പോലും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നീ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് മറ്റൊരു ഗതിയുമില്ല, ഞാൻ മരിച്ചു കളയും. അപ്പോൾ നവകുമാരൻ ചോദിച്ചു, നീ എന്തിനാണ് ആഗ്രയിൽ നിന്ന് വന്ന വിവാഹാലോചന വേണ്ടെന്ന് വെച്ചത്? എനിക്കിപ്പോഴും അങ്ങോട്ട് തിരിച്ചു പോകാവുന്നതേ ഉള്ളൂ. നീ പോയി സുൽത്താനയായിട്ട് ഈ രാജ്യം ഭരിക്കൂ. ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ ഒതുങ്ങി ജീവിച്ചോളാം. ഇതൊക്കെ പറഞ്ഞിട്ടും മോത്തി ബീബി ഒട്ടും വഴങ്ങിയില്ല. അവൾക്ക് വളരെയധികം ദേഷ്യം വന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ മോത്തി ബീബി നവകുമാരനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ നിരസിച്ചതിൻ്റെ ഫലം നിങ്ങൾ ഉടൻ തന്നെ അനുഭവിക്കുന്നതാണ്. യാതൊരു കാരണവശാലും എന്നോട് കൂടെ അല്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുകയില്ല. ഈ സമയത്തെ മോത്തി ബീബിയുടെ രൂപഭാവങ്ങളും അവളുടെ സ്വരവുമൊക്കെ കേട്ടപ്പോൾ തൻ്റെ കുട്ടിക്കാലം നവകുമാറിന് ഓർമ്മ വന്നു. തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ പിതാവിൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ഇതേപോലെ സംസാരിച്ചിരുന്ന അദ്ദേഹം ഓർത്തു. അദ്ദേഹം ഉടൻ തന്നെ മോത്തി ബീബിയോട്, നീ ആരാണ്, സത്യം എന്നോട് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പത്മാവതിയാണ്, നിങ്ങളുടെ ഭാര്യയാണ്. കുട്ടിക്കാലത്ത് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വന്ന് ഇത്രയധികം കെഞ്ചിയത്. എന്തായാലും ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. യാതൊരു കാരണവശാലും നിങ്ങളെ സമാധാനത്തോടെ കപലകുണ്ടലയുടെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇത്രയും പറഞ്ഞിട്ട് മോത്തി ബീബി അവിടുന്ന് പോയി കളഞ്ഞു. നവകുമാരൻ ആകെ ആശയക്കുഴപ്പത്തിലായി. അക്കാലത്തെ സാമൂഹിക സാഹചര്യം അനുസരിച്ച് മറ്റൊരു മതത്തിലേക്ക് മാറിയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. എന്തായാലും മോത്തി ബീബി തൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുകയും ഉടൻ തന്നെ തൻ്റെ സഖിമാരോട് പറഞ്ഞ് ഒരു വെപ്പ് മീശയും താടിയും ഒക്കെ വരുത്തി ഒരു പുരുഷൻ്റെ വേഷം കെട്ടുകയും ചെയ്തു. അപ്പോൾ സഖിമാർ മോത്തി ബീബിയോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താ നിൻ്റെ ഉദ്ദേശം? മോത്തി ബീബി പറഞ്ഞു, എനിക്ക് 2 ഉദ്ദേശങ്ങളാണുള്ളത്. 1 കപലകുണ്ടലയെ വകവരുത്തുക, 2 നവകുമാരനോടൊപ്പം ചേരുക. ഈ 2 ലക്ഷ്യങ്ങളും സാധിക്കാതെ ഞാൻ എന്നെ തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞിട്ട് മോത്തി ബീബി വീട് വിട്ടിറങ്ങി. നവകുമാരൻ്റെ വീടിനടുത്തുള്ളൊരു കാട്ടിലേക്കാണ് ഈ പുരുഷവേഷം കെട്ടിയ മോത്തി ബീബി പോയത്. അവിടെ ചെന്ന് ഒരു സാഹചര്യം ഒത്തുവരുമ്പോൾ എങ്ങനെയെങ്കിലും കപലകുണ്ടലയുടെ കഥ കഴിക്കാമെന്നാണ് അവൾ കരുതിയത്. പക്ഷേ അങ്ങനെ പോകുമ്പോൾ ആരോ കാട്ടിലിരുന്ന് കപലകുണ്ടല എന്ന് വിടുന്നത് കേട്ടു. നോക്കുമ്പോൾ വളരെ പ്രാകൃതനായ ഒരു മനുഷ്യൻ ഒരു തീക്കുണ്ടത്തിനടുത്തിരുന്ന് എന്തോ പൂജ ചെയ്യുകയായിരുന്നു. ആ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ കപലകുണ്ടല എന്ന് ജപിക്കുന്നുണ്ട്. മോത്തി ബീബി അടുത്ത് എന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇയാൾ കപലകുണ്ടലയുടെ മരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു പൂജയാണ് നടത്തുന്നത് എന്ന് മനസ്സിലായി. കപലകുണ്ടലയെ നശിപ്പിക്കുകയാണ് ഇയാളുടെ ലക്ഷ്യം. അപ്പോൾ മോത്തി ബീബി അയാളുടെ അടുത്ത് ചെന്നിട്ട്, നിങ്ങൾ ആരാണ്, എന്നെ കൂടി നിങ്ങളുടെ ഈ ഉദ്ദേശത്തിൽ പങ്കെടുപ്പിക്കാമോ? ഞാനും കപലകുണ്ടലയെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ പേര് കാപാലികൻ എന്നാണ്, ഞാൻ കപലകുണ്ടലയുടെ വളർത്തച്ഛനാണ്. അവൾ എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞു. ഞാൻ ഭൈരവി ദേവിക്ക് ബലി കൊടുക്കാൻ വെച്ചിരുന്ന നവകുമാരനെ അവൾ വിവാഹം കഴിച്ച് അവനെയും കൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ കാപാലികനോടൊപ്പം ചേർന്ന മോത്തി ബീബി കപലകുണ്ടലയെ നശിപ്പിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി തുടങ്ങി. ഈ സമയത്ത് നവകുമാരൻ്റെ സഹോദരിയായ ശ്യാമയ്ക്ക് ഒരു അസുഖം പിടിപെട്ടു. ശ്യാമ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ കപലകുണ്ടല അവളോട് ചെന്ന് കാരണം തിരക്കി. അവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ശ്യാമ പറഞ്ഞു, എനിക്ക് നല്ല സുഖമില്ല, എനിക്ക് ഈ അസുഖത്തിൻ്റെ ഒരു മരുന്ന് വേണമായിരുന്നു. പക്ഷേ ഈ മരുന്ന് കാട്ടിൽ നിന്ന് മാത്രമേ ശേഖരിക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല എനിക്ക് ഈ മരുന്ന് തേടി കാട്ടിൽ പോകാൻ പേടിയുമാണ്. കാടെന്ന് കേട്ടപ്പോഴേ കപലകുണ്ടലയ്ക്ക് വലിയ സന്തോഷമായി. വളരെ കാലമായി അവൾ കാട്ടിൽ നിന്ന് പോന്നിട്ട്. കാടിൻ്റെ മുക്കും മൂലയും അവൾക്കറിയാം, കാട്ടിലെ രീതികൾ അറിയാം. കാട്ടിൽ ജീവിക്കുന്നതിൽ അവൾ വളരെയധികം ആനന്ദം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് എന്താണ് ഈ മരുന്ന്, എങ്ങനെയാണ് ശേഖരിക്കേണ്ടത് എന്നൊക്കെ കപലകുണ്ടല ശ്യാമയോട് ചോദിച്ചു.
അപ്പോൾ ശ്യാമ പറഞ്ഞു, ഈ മരുന്ന് സ്ത്രീകൾക്ക് മാത്രമേ ശേഖരിക്കാൻ പറ്റുകയുള്ളൂ, അതും അർദ്ധരാത്രി. ഒറ്റയ്ക്ക് പോയി വേണം ഈ മരുന്ന് ശേഖരിക്കാൻ. അങ്ങനെ അല്ലാതെ ശേഖരിക്കുന്ന മരുന്ന് ഒരിക്കലും നമ്മുടെ ദേഹത്ത് ഫലിക്കുകയില്ല. അപ്പോൾ കപലകുണ്ടല പറഞ്ഞു, നീ പേടിക്കേ വേണ്ട, ഏത് അർദ്ധരാത്രിക്കും കാട്ടിൽ പോയി നിനക്ക് വേണ്ട മരുന്ന് ഞാൻ കൊണ്ടുവന്ന് തന്നോളാം. അപ്പോൾ ശ്യാമ പറഞ്ഞു, വേണ്ട വേണ്ട, നീ തന്നെ കാട്ടിൽ പോകണ്ട, എൻ്റെ സഹോദരൻ എന്ന് അറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കുകയില്ല. അപ്പോൾ കപലകുണ്ടല, അവളുടെ പേരിപ്പോൾ മൃണ്മയി എന്നാണ്, മൃണ്മയി പറഞ്ഞു, നീ അങ്ങനെ പേടിക്കേണ്ട, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ട, അദ്ദേഹം ഉറങ്ങുമ്പോൾ കാട്ടിൽ പോയി മരുന്നെടുത്തിട്ട് ഞാൻ അദ്ദേഹം ഉണരുന്നതിന് മുമ്പ് തിരിച്ചു വന്നോളാം. അങ്ങനെ അന്ന് രാത്രി നവകുമാരൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കപലകുണ്ടല കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ വാതിലിനടുത്തേക്ക് നടന്ന് വാതിൽ തുറന്നു. ശബ്ദം കേട്ട് അപ്പോൾ നവകുമാരൻ ഉണർന്നിട്ട്, മൃണ്മയി നീ എവിടെ പോവുകയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ കപലകുണ്ടല പറഞ്ഞു, ഞാൻ ശ്യാമയ്ക്ക് കുറച്ച് മരുന്ന് വേണമെന്ന് പറഞ്ഞു, അത് അർദ്ധരാത്രിക്ക് ഒറ്റയ്ക്ക് പോയി മാത്രമേ എടുക്കാൻ പറ്റൂ, അതെടുക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരാം. ആദ്യമൊന്നും നവകുമാരൻ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് കപലകുണ്ടല അദ്ദേഹത്തോട് വളരെയധികം യാചിക്കുകയും പോകാൻ അനുവാദം വാങ്ങുകയും ചെയ്തു. അങ്ങനെ അവൾ കാട്ടിൽ പോയി. കാട്ടിൽ അവളെ കാത്ത് മോത്തി ബീബി ഉണ്ടായിരുന്നു. മോത്തി ബീബി അപ്പോൾ പുരുഷ വേഷത്തിലാണ്. എന്നിട്ട് ഈ മോത്തി ബീബി ചെന്ന കപലകുണ്ടല, നിന്നെ കണ്ടാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കപലകുണ്ടല ചോദിച്ചു, നീ ആരാണ്? എനിക്ക് നിന്നെ പരിചയമില്ലല്ലോ, പിന്നെന്താ എൻ്റെ പേര് വിളിക്കുന്നത്? അപ്പോൾ ചാന്ദ് ബീബി പറഞ്ഞു, നിനക്ക് എന്നെ അറിയാം, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ നീ എന്നെ ഓർക്കാത്തതാണ്. ഞാനൊരു സ്ത്രീ തന്നെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്താൽ സംരക്ഷണം ഓർത്ത് പുരുഷ വേഷത്തിൽ നടക്കുന്നതാണ്. അങ്ങനെ ഇവർ തമ്മിൽ കൂട്ടായി. മോത്തി ബീബി കപലകുണ്ടലയും കൊണ്ട് കാട്ടിലൂടെ നടന്ന് കുറച്ച് ദൂരം ചെന്നിട്ട് ഒരു മരത്തിൽ മറിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഇത് അങ്ങോട്ട് നോക്ക്, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കാപാലികനോട് പൂജ നടത്തുന്നത്. കുറച്ച് ദിവസമായി അയാൾ ഈ പൂജ നടത്താൻ തുടങ്ങിയിട്ട്. ഇത് നിന്നെ ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഭാഗ്യമായി നിന്നെ ഇവിടെ വെച്ച് തന്നെ കണ്ടത്. കാപാലികൻ്റെ പൂജ കണ്ട കപലകുണ്ടലയ്ക്ക് ഇത്തിരി പേടിയൊക്കെ വന്നു. അപ്പോൾ കപലകുണ്ടല മോത്തി ബീബിയോട് ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്യണം? ഇയാൾ എനിക്ക് ഉപദ്രവം വരുത്തുമോ? അപ്പോൾ മോത്തി ബീബി പറഞ്ഞു, അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും അടുത്ത 2-3 ദിവസങ്ങൾ കൂടി ഇയാൾ എന്താ ചെയ്യുന്നത് നമുക്കിവിടെ മറിഞ്ഞിരുന്ന് നോക്കാം. അതിനുശേഷം എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. എന്തായാലും നീ ഈ കാര്യം തൽക്കാലം ആരോടും പറയണ്ട. അങ്ങനെ കാര്യം ആരോടും പറയില്ല എന്ന് ഈ മോത്തി ബീബിക്ക് വാക്ക് കൊടുത്തിട്ട് കപലകുണ്ടല മരുന്നും ശേഖരിച്ച് വീട്ടിലേക്ക് വന്നത് ശ്യാമയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷേ അടുത്ത ദിവസം രാത്രിയിലും വരണം എന്ന് മോത്തി ബീബി കപലകുണ്ടലയോട് പറഞ്ഞേൽപ്പിച്ചു. ഈ പൂജ കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. അങ്ങനെ പിറ്റേന്ന് രാത്രിയിലും കപലകുണ്ടല നവകുമാരൻ അറിയാതെ എഴുന്നേറ്റ് പതുക്കെ വാതിൽ തുറന്നു. ഇത്തവണ നവകുമാരൻ ഉണർന്നെങ്കിലും കണ്ണടച്ച് കിടന്നു. ഇവളെന്താ ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. അപ്പോൾ കപലകുണ്ടല വാതിൽ തുറന്ന് കാട്ടിലേക്ക് പോകുന്നത് കണ്ടു. തലേന്ന് മരുന്ന് ശേഖരിക്കാനാണ് പോയതെന്ന് നവകുമാരൻ അറിയാം. പക്ഷേ ഇന്നും എന്തിനാണ് പോകുന്നത്? നവകുമാരൻ അവളുടെ പിന്നാലെ ചെന്നു. അപ്പോൾ കാട്ടിൽ ഒരു പുരുഷനോട് അവൾ സംസാരിക്കുന്നത് കണ്ടു. അയാൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. കാട്ടിൽ മരുന്ന് ശേഖരിക്കാനാണ് പോകുന്നത് എന്നാണ് ഇന്നലെയും കപലകുണ്ടല പറഞ്ഞത്. പക്ഷേ ഇന്നലെയും അവൾ ചിലപ്പോൾ ഈ പുരുഷനെ കാണാൻ തന്നെ ആയിരിക്കും വന്നിരിക്കുന്നത്. അയാൾക്ക് വല്ലാത്ത കോപം വന്നു. ഈ സമയത്ത് അയാളെ പിന്നിൽ നിന്ന് ആരോ വന്ന് വിളിച്ചു. നോക്കുമ്പോൾ കാപാലികനാണ്. കാപാലികനെ കണ്ട് നവകുമാരനാകെ പേടിച്ചു പോയി. അപ്പോൾ കാപാലികൻ പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ നിന്നെ കൊല്ലാനൊന്നും വന്നതല്ല. അന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി നിന്നെ കൊല്ലണമെന്ന് എനിക്കൊട്ട് ആഗ്രഹവുമില്ല. പക്ഷേ നീ എനിക്കൊരു സഹായം ചെയ്യണം. എനിക്ക് കപലകുണ്ടലയെ കൊല്ലണം. അവളെയാണ് ഞാനിനി ബലി കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നീ കണ്ടല്ലോ, അവളൊരു വിശ്വസ്തയായ ഭാര്യ അല്ല. നിന്നെ ഉറക്കിക്കിടത്തിയിട്ട് അവൾ കാട്ടിൽ വന്ന് മറ്റൊരു പുരുഷനോട് സംസാരിക്കുന്നത് നീ കണ്ടില്ലേ? ഇങ്ങനെയുള്ളൊരു സ്ത്രീയെ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നീ അവളെ എനിക്ക് തന്നേക്കൂ, ഞാൻ അവളെ കൊന്നേക്കാം. നവകുമാരൻ ആദ്യം സമ്മതിച്ചില്ല. പക്ഷേ കാപാലികൻ പല കാര്യങ്ങളും പറഞ്ഞ് നവകുമാരനെ വശത്താക്കി. അവസാനം തൻ്റെ ഭാര്യയായ കപലകുണ്ടലയെ കൊല്ലാൻ സഹായിക്കാമെന്ന് നവകുമാരൻ കാപാലികന് വാക്കുകൊടുത്തു. പിറ്റേന്ന് വൈകുന്നേരമായപ്പോഴേക്കും നവകുമാരൻ ചെന്ന് തൻ്റെ ഭാര്യയെ വിളിച്ചു. മൃണ്മയി, ഇവിടെ വരൂ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മൃണ്മയി പറഞ്ഞു, എനിക്ക് പുറത്തു പോകേണ്ടതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി ഒരുങ്ങുകയാണ്. ഇത് കേട്ടപ്പോൾ നവകുമാരന് ദേഷ്യം വന്നു. അവളെ മറ്റൊരു പുരുഷനെ കാണാനാണ് പോകുന്നത് എന്നാണ് അയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, നീ എവിടെ പോകാനാണ് ഒരുങ്ങുന്നതെന്നൊക്കെ എനിക്കറിയാം. നീ കാട്ടിൽ പോകാനല്ലേ ഒരുങ്ങുന്നത്. നീ എന്തായാലും കാട്ടിൽ പോകുമ്പോൾ ഞാനും കൂടെ നിൻ്റെ കൂടെ വരും. അങ്ങനെ അന്ന് കപലകുണ്ടലയുടെ ഒപ്പം നവകുമാരനും കൂടെ കാട്ടിൽ പോയി. കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ നവകുമാരൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, മൃണ്മയി, ഞാൻ നിന്നെ കാട്ടിലേക്ക് കൊണ്ടുവന്നത് ഒരു കാര്യത്തിനാണ്. നീ നിൻ്റെ പാപങ്ങൾക്കല്ല ഇന്ന് പരിഹാരം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കപലകുണ്ടല പറഞ്ഞു, ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, പിന്നെ നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? നവകുമാരൻ പറഞ്ഞു, നീ പാപമൊന്നും ചെയ്തിട്ടില്ലേ? നീ എന്നോട് അവിശ്വാസം പ്രവർത്തിച്ചു. നീ ഒരിക്കലും ഒരു വിശ്വസ്തയായ ഭാര്യ ആയിരുന്നില്ല. കപലകുണ്ടല പറഞ്ഞു, അങ്ങനല്ല, ഞാനെന്നും നിങ്ങളോട് കൂറുള്ളവളായിരുന്നു. ഒരിക്കലും ഞാൻ നന്ദി കേട് കാണിച്ചിട്ടില്ല. പക്ഷേ നവകുമാരൻ കപലകുണ്ടലയുടെ കൈയും പിടിച്ച് മുന്നോട്ട് തന്നെ നടന്നു. നീ നിൻ്റെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം ചെയ്തേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ കപലകുണ്ടലയും കൊണ്ട് മുന്നോട്ട് നടക്കുന്നത്.
കപിലകുണ്ഠല പറഞ്ഞു, എനിക്ക് പാപത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യണമെന്നില്ല, പക്ഷേ എനിക്ക് മരിച്ചാൽ മതി, കാരണം നിങ്ങൾ എന്നെ ഇങ്ങനെ അവിശ്വസിക്കുന്നല്ലോ. നവകുമാരൻ പറഞ്ഞു, രാത്രിയിൽ എന്നെ ഉറക്കിക്കെടുത്തിയിട്ട് മറ്റൊരു പുരുഷനെ കാണാൻ പോകുന്ന നിന്നെ ഞാൻ പിന്നെ അവിശ്വസിക്കാതെ എന്തു ചെയ്യും? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് നടന്നു. അപ്പോൾ കുറച്ച് ദൂരെയായിട്ട് കാപാലികൻ പൂജ ചെയ്യുന്നത് ഇവർ രണ്ടുപേരും കണ്ടു. പെട്ടെന്ന് നവകുമാരൻ ഓർത്തു, ഇയാൾ ഒരു കാലത്ത് എന്നെ കൊല്ലാൻ വേണ്ടി കെട്ടിയിട്ടതാണ്. അന്ന് വളരെ സാഹസികമായിട്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് എന്നെ രക്ഷപ്പെടുത്തിയവളാണ് എൻ്റെ ഭാര്യയായ മൃണ്മയി. അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയില്ല. ഞാൻ ചെയ്യുന്നത് വളരെ വലിയൊരു പാപമാണ്. അയാൾ മൃണ്മയിയോട് ചോദിച്ചു, മൃണ്മയി, ഞാൻ ഇന്നലെ കണ്ടത് സത്യമല്ല, സ്വപ്നമാണെന്ന് നീ പറയൂ. നീ രാത്രിയിൽ ഒരു പുരുഷനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. അപ്പോൾ മൃണ്മയി പറഞ്ഞു, ഞാൻ സംസാരിച്ചത് ഒരു സ്ത്രീയോടാണ്, പുരുഷവേഷം ധരിച്ചിട്ടേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ നവകുമാരന് മനസ്സിലായി എന്താ സംഭവിച്ചതെന്ന്. നവകുമാരൻ അപ്പോൾ തന്നെ മൃണ്മയിയെയും പിടിച്ചുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഒരിക്കലും നവകുമാരൻ മൃണ്മയിയെ സംശയിച്ചില്ല. അവരെ സുഖമായിട്ട് ജീവിച്ചു. കാപാലികനും മോത്തി ബീബിക്കും പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നിരാശപ്പെട്ട് അവരവരുടെ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോയി കാണണം. ഇത്രയധികം സ്നേഹമയ്യായ, ഇപ്പോൾ നല്ലൊരു കുടുംബിനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന മൃണ്മയിയെയും അവളെ അങ്ങേയറ്റം വിശ്വസിക്കുന്ന നവകുമാരനെയും പിരിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് രണ്ടുപേർക്കും ഉറപ്പായി കാണണം. എന്തായാലും പിന്നീടുള്ള കാലം മൃണ്മയിയും നവകുമാരനും വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.